ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 38ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിലവിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വന്ന രീതികളെ കുറിച്ചാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് രണ്ട് രീതികൾ വഴിയാണ് നിലവിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വന്നത്. അത് ഒന്ന് യുദ്ധങ്ങൾ വഴിയും രണ്ട് നിയമങ്ങൾ വഴിയുമായിരുന്നു. അങ്ങനെ നമ്മൾ യുദ്ധങ്ങൾ വഴി എന്ന ആ ഒരു ടോപ്പിക്കിന്റെ അകത്ത് നമ്മൾ പഠിച്ചതായിരുന്നു ബക്സാർ യുദ്ധം, പ്ലാസി യുദ്ധം, മറാത്ത യുദ്ധം, മൈസൂർ യുദ്ധം. ഈ 4 യുദ്ധങ്ങളായിരുന്നു മെയിനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധങ്ങൾ വഴി അധികാരം പിടിച്ചടക്കിയത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിയമങ്ങൾ വഴിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പഠിച്ച 2 നിയമങ്ങളായിരുന്നു. ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്, അതർവൈസ് നോൺ എസ് സബ്സിഡറി അലയൻസ്, അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്ന മറ്റൊരു നിയമം. ഇങ്ങനെ 2 നിയമങ്ങളും അതേപോലെ തന്നെ 4 യുദ്ധങ്ങൾ വഴിയും കമ്പനി കീഴടക്കിയ പ്രദേശങ്ങൾ അവിടെയൊക്കെ ഏകീകരണ ഭരണം എന്ത് ചെയ്യാണ്, നടപ്പിലാക്കുകയാണ്. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതിനുശേഷമാണ് ബംഗാളിലേക്ക് നമ്മൾ വന്നു. ബംഗാളിലെ ഗവർണറായിട്ടുള്ള റോബർട്ട് ക്ലൈവ്, ആ റോബർട്ട് ക്ലൈവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകളും നമ്മൾ പറഞ്ഞു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ റോബർട്ട് ക്ലൈവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് ആദ്യത്തെ ഗവർണറാണ്. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുള്ള വില്യം പീറ്റ് ആയിരുന്നു. അതേപോലെ ഒത്തിരി പോയിന്റ്സ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തു. ആ ക്ലാസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏകദേശം 8ഓളം വരുന്ന ഗവർണർ ജനറൽമാരെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിങ്ങിനെ കുറിച്ചാണ്. വാറൻ ഹേസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തു പോവാം. വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിംഗ്. മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതായത് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ അത് റോബർട്ട് ക്ലൈവ് ആണ്. പക്ഷേ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം വാറൻ ഹേസ്റ്റിംഗ് ആണ്. വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിന്റെ ഗവർണർ ജനറലായി മാറിയത് ഏത് ആക്ടിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ട് വാറൻ ഹേസ്റ്റിംഗ് മാറുന്നത്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്, ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ് നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ, നമുക്കറിയാം 1774 കൽക്കത്തയില് സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത്. PSC ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണിത്. അതായത് കൽക്കത്തയിൽ എന്നാണ് സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1774. അന്ന് ആ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ എലിജ ഇംപെയാണ്. ഓക്കെ, അപ്പോൾ ആരായിരുന്നു കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് സർ എലിജ ഇംപെയാണ്. ഓക്കെ, അപ്പോൾ എലിജ ഇംപെ ആയിരുന്നു കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ബംഗാളിൽ അന്ന് വരെയും ഉണ്ടായിരുന്നത് എന്താണ്, ഈ പറയുന്ന ദ്വിഭരണമായിരുന്നു. നമുക്കറിയാം ഇത് കൊണ്ടുവന്നത് നമ്മുടെ റോബർട്ട് ക്ലൈവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ദ്വിഭരണം നിർത്തലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്, ഈ പറയുന്ന നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ആണ് നിർത്തലാക്കിയത്. ഓക്കെ,
ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ അതായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ, നമ്മൾ പറഞ്ഞു 15ഓളം ഗവർണർ ജനറലിനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ അകത്ത് ഇംപീച്ച്മെന്റിന് വിധേയനായ ഒരേ ഒരു ഗവർണർ ജനറൽ ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെന്റ് അംഗമായിരുന്നു എഡ്മണ്ട് ബർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, വേണമെങ്കിൽ ചോദിക്കാം, കാരണം നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാർലമെന്റിൽ ഇംപീച്ച്മെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ബംഗാളിലെ ഗവർണർ ജനറൽ ആരാന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി PSCക്ക് ചോദിക്കാം ഈ ഒരു ചോദ്യം, വാറൻ ഹേസ്റ്റിങ്ങിന് ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെന്റ് അംഗം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് എഡ്മണ്ട് ബർക്ക്. ഒന്നുകൂടെ ഓർത്തു വെച്ചോ, എഡ്മണ്ട് ബർക്ക്. വാറൻ ഹേസ്റ്റിങ് ഇംപീച്ച്മെന്റ് ചെയ്യാനായി ഉന്നയിച്ച കാരണങ്ങൾ 3 കാരണങ്ങളാണ്. ഓർത്തു വെച്ചോ മക്കളെ, കാരണം ഇങ്ങനെ ഒരു കാരണങ്ങൾ ചോദിച്ചിട്ട് താഴെ പറയുന്നവയിൽ വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച്മെന്റ് ചെയ്യാനായി ഉന്നയിച്ച കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, മഹാരാജ നന്ദകുമാർ സംഭവം 1775. ഓക്കെ, അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിന് ഇംപീച്ച്മെന്റ് ചെയ്യാനായി ഉന്നയിച്ച കാരണങ്ങൾ 3 എണ്ണമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാരണമാണ് മഹാരാജ നന്ദകുമാർ സംഭവം 1775. രണ്ടാമത്തെയാണ് ചൈത്ത് സിംഗ് സംഭവം. ഓക്കെ, ചൈത്ത് സിംഗ് സംഭവം 1778. ഔദ്ബീഗം സംഭവം 1782. ഇയർ ഒന്നും നമുക്ക് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മഹാരാജ നന്ദകുമാർ സംഭവം, ചൈത്ത് സിംഗ് സംഭവം, അതേപോലെ ഔദ്ബീഗം സംഭവം, ഈ 3 സംഭവങ്ങളാണ് മെയിൻ ആയിട്ട് വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടുന്നത്. വാറൻ ഹേസ്റ്റിങ്സിനൊപ്പം ഇംപീച്ച്മെന്റിന് വിധേയനാക്കപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എലിജ ഇംപെ. നമുക്കറിയാം ആ ഒരു സമയത്ത് ആരായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1774 നമ്മൾ പറഞ്ഞതാണ്. കൽക്കത്ത സുപ്രീം കോർട്ട് നിലവിൽ വരുമ്പോൾ അതിൻ്റെ അകത്ത് സർ എലിജ ഇംപെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്ങിനൊപ്പം ഇംപീച്ച്മെന്റിന് വിധേയനാക്കപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എലിജ ഇംപെ. ഓർത്തു വച്ചോ, ഒത്തിരി തവണ ചോദിച്ചതാണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളത്, എലിജ ഇംപെ. ഓക്കെ, വാറൻ ഹേസ്റ്റിങ്സിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പ്രതികാരമായി തെറ്റായി വിചാരണ ചെയ്ത് തൂക്കിക്കൊന്ന ഉദ്യോഗസ്ഥനാണ് മഹാരാജ നന്ദകുമാർ. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പ്രതികാരമായി എന്ത് ചെയ്തു? തെറ്റായി വിചാരണ ചെയ്ത് തൂക്കിക്കൊന്ന ഉദ്യോഗസ്ഥനാണ് മഹാരാജ നന്ദകുമാർ. റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്ത് ക്യുൻകുനൈൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ക്യുൻകുനൈൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് താഴെ പറയുന്നവയിൽ ഏത് ഗവർണർ ജനറൽ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ക്യുൻകുനൈൻ ഭൂനികുതി വ്യവസ്ഥ. അതേപോലെ തന്നെ അദ്ദേഹം ചാൾസ് വിൽക്കിൻസിന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖം എഴുതിയതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ചാൾസ് വിൽക്കിൻസിന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖം എഴുതിയ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറൽ ഇസ്ലാമിക പഠനത്തിനു വേണ്ടി കൽക്കട്ടയിൽ മദ്രസകൾ സ്ഥാപിച്ചു. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ്. ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനമായിരുന്നു റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ ഈ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നാണ് ആരംഭിച്ചത് എന്നുള്ളത്. നമുക്കറിയാം അത് ആരംഭിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരംഭിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ജോൺസ് ആണ്. എന്നാണ് ഇത് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1784 ഈ പറയുന്ന ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. അത് ഒരിക്കൽ PSC അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, താഴെ പറയുന്നവയിൽ എന്നാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് എന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? 1784 ആരാണ് ഇത് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സർ വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പീറ്റിന്റെ കാലത്ത് കമ്പനി ഭരണത്തിന്റെ മേൽ ബ്രിട്ടീഷ് നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള നിയമമായിരുന്നു പിറ്റ്സ് ഇന്ത്യ നിയമം.
എന്നാണ് പിറ്റ്സ് ഇന്ത്യ നിയമം നിലവിൽ വന്നത്? അതും PSC ചോദിച്ചിട്ടുണ്ട്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ എന്നാണ്? 1784 അന്ന് തന്നെയാണ് പിറ്റ്സ് ഇന്ത്യ നിയമവും എന്ത് ചെയ്തത്? പാസ്സാക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പീറ്റിന്റെ കാലത്ത് കമ്പനി ഭരണത്തിന്റെ മേൽ ബ്രിട്ടന്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതായത് വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത് ഏത് ആക്ടുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഗുലേറ്റിംഗ് ആക്ട് 1773. അതേപോലെ തന്നെ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത് ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. അന്ന് ആരായിരുന്നു സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ എലിജ ഇംബെ ആണ്. സർ എലിജ ഇംബെ. അതേപോലെ തന്നെ എന്താണ് നിലവിൽ റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ദ്വിഭരണം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം റദ്ദ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന വാറൻ ഹേസ്റ്റിങ്സും അതേപോലെ തന്നെ സർ എലിജ ഇംബെയാണ് ഇംപീച്ച്മെന്റ് ചെയ്ത് നിലവിൽ എന്ത് ചെയ്തത്? പുറത്തായ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഓക്കെ, ഇനി അദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് 1775 മഹാരാജ സംഭവം, മഹാരാജ നന്ദകുമാർ സംഭവം. 2 1778 ചൈത്ത് സിംഗ് സംഭവം. 3 ഔദ് ബീഗം സംഭവം 1782. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കാറുള്ള ചോദ്യമാണ് ഈ പറയുന്ന ക്വിൻക്വിനൈൻ ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ചാൾസ് വിൽക്കിൻസിന്റെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ ആമുഖം എഴുതി. ഇസ്ലാമിക പഠനത്തിന് മദ്രസ സ്ഥാപിച്ചു. അതേപോലെ തന്നെ എന്താണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784. പിറ്റ്സ് ഇന്ത്യ നിയമം 1784 വരുമ്പോൾ ആ സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഉടമ്പടിയാണ് ബനാറസ് ഉടമ്പടി. 1873 അന്നത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് അവധിലെ നവാബായിട്ടുള്ള ഷൂജ് ഉദ്ദൗളയുമായി ഒപ്പുവെച്ച ഉടമ്പടി അതായിരുന്നു എന്തെന്ന് പറയുന്നത്? ബനാറസ് ഉടമ്പടി. അപ്പോൾ ബനാറസ് ഉടമ്പടി എന്നാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1873 ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ഇത് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? വാറൻ ഹേസ്റ്റിങ്സും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ആരാണ്? നവാബ് ഷൂജ് ഉദ് ദൗളയാണ് എന്ത് ചെയ്തത്? ഇത് രണ്ടും ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പോൾ ആരാണ് ബനാറസ് ഉടമ്പടി? ഷൂജ് ഉദ് ദൗളയും അതേപോലെ വാറൻ ഹേസ്റ്റിങ്സും. എന്നാണ്? 1873. ഞാനിത് 1, 2, 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി രണ്ടാമത് ഈ ഒരു ക്ലാസ് കേൾക്കാതെ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് സെറ്റായി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് കുറച്ച് നാളായിട്ട് പഠിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവണം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സെറ്റായിട്ട് പഠിപ്പിച്ച് തന്നെ പോകുന്നത്. ഓക്കെ, ഇനി കമ്പനി പ്രദേശങ്ങളെ മറാത്തരുടെയും അഫ്ഗാൻകാരുടെയും ആക്രമണങ്ങളിൽ നിന്നും പരിരക്ഷിക്കുന്നതിനായി അവധ് ഒരു ഇടരാജ്യമായി നിലനിർത്തുക എന്നതായിരുന്നു ബനാറസ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനി പ്രദേശങ്ങളെ മറാത്തരുടെയും അഫ്ഗാൻകാരുടെയും ആക്രമണങ്ങളിൽ നിന്നും പരിരക്ഷിക്കുന്നതിനായി അവധ് ഒരു ഇടരാജ്യമായി നിലനിർത്തുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. കരാർ പ്രകാരം മുഗൾ ചക്രവർത്തിയിൽ നിന്നും പിടിച്ചെടുത്ത അലഹബാദ്, കോറ എന്നീ ജില്ലകൾ അവധിന് നൽകിയതിന് പകരമായി 50 ലക്ഷം രൂപയും നവാബിന്റെ രക്ഷയ്ക്കായി നിർത്തുന്ന കമ്പനി സേനയുടെ സംരക്ഷണ ചെലവും നവാബ് വഹിക്കണം എന്നുള്ളതും എന്തിൻ്റെയായിരുന്നു? ബനാറസ് ഉടമ്പടിയുടെ മറ്റൊരു ആവശ്യമായിരുന്നു. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹേസ്റ്റിങ്സ് ആണ്. PSC എപ്പോഴും ചോദിക്കാറുള്ളത് ഈ ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരാന്നുള്ളത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ബനാറസ് ഉടമ്പടി എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1873. ആരൊക്കെ തമ്മിലാണ് ഇത് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നവാബ് ഷൂജ് ഉദ്ദൗളയും വാറൻ ഹേസ്റ്റിങ്സും. ഇത്രയെങ്കിലും മക്കളെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് കോൺവാലിസ് പ്രഭു. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. ബംഗാളിൽ 2 പ്രാവശ്യം ഗവർണർ ജനറലായ ഏക വ്യക്തി. ഓക്കെ, അപ്പോൾ ബംഗാളിൽ 2 പ്രാവശ്യം ഗവർണർ ജനറലായ
ഏക വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് കോൺവാലിസ് പ്രഭു. പദവിയിലിരിക്കെ അന്തരിച്ച ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. അപ്പോൾ പദവിയിലിരിക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? അന്തരിക്കുകയാണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായിട്ട് ക്രോഡീകരിച്ച ഭരണാധികാരി. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. അതേപോലെ തന്നെ കോടതികളെ ഗ്രേഡുകളായി തരംതിരിക്കുകയും ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത്, ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയും ആര് തന്നെയാണ്? കോൺവാലിസ് പ്രഭു തന്നെയാണ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിക്കാനായി കോൺവാലിസ് കോഡ് എന്ന് പറയുന്ന മറ്റൊരു സമ്പ്രദായം കൊണ്ടുവന്നതും കോൺവാലിസ് പ്രഭുവാണ്. അപ്പോൾ കോൺവാലിസ് കോഡ് കൊണ്ടുവന്നത് നമുക്ക് അപ്പൊ തന്നെ അതിൻ്റെ ഒന്ന് തന്നെ കിട്ടും, കോൺവാലിസ് പ്രഭുവാണ്. എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ ഭരണവും അതേപോലെ തന്നെ നീതിന്യായ സമ്പ്രദായവും രണ്ടായിട്ട്, ഈ രണ്ട് സമ്പ്രദായങ്ങളും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു കോഡാണ് കോൺവാലിസ് കോഡ്. ഓക്കെ. ഇനി ജോനാത്താൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് 1791 സ്ഥാപിച്ചപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ. ഓക്കെ. അപ്പോൾ ജോനാത്താൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് 1791 സ്ഥാപിക്കുന്നത്. ആ ഒരു സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ ആണ്. കോൺവാലിസ് പ്രഭുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഗംഗാതീരത്തെ ഗാസിപ്പൂർ ആണ്. ഓക്കെ, വേണമെങ്കിൽ ചോദിക്കാം, നല്ലൊരു ചോദ്യമാണ്, അതേപോലെ തന്നെ പെട്ടെന്ന് കിട്ടത്തുമില്ല. കോൺവാലിസ് പ്രഭുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഗംഗാതീരത്തെ ഗാസിപ്പൂർ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ഓപ്ഷനിൽ നിന്നും ഈ ഒരു ആൻസർ തിരഞ്ഞെടുക്കത്തുമില്ല. അപ്പോൾ ഓർത്തു വെച്ചോ, കോൺവാലിസ് പ്രഭുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗാതീരത്തെ ഗാസിപ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കോൺവാലിസ് പ്രഭുവുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ബംഗാളിൽ 2 പ്രാവശ്യം ഗവർണർ ജനറൽ, അതേപോലെ തന്നെ ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ചു, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചു, അതേപോലെ തന്നെ എന്താണ്, ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത്, പോലീസ് സമ്പ്രദായം കൊണ്ടുവന്നു, റവന്യൂ നീതിന്യായം എന്നിവ രണ്ടായി തരംതിരിച്ചു, റവന്യൂ അങ്ങനെ കോൺവാലിസ് കോഡ് എന്ന് പറയുന്ന കോഡ് കൊണ്ടുവന്നു. ജോനാത്താൻ ഡങ്കൻ 1791 ബംഗാളില് എന്ത് ചെയ്തു, സംസ്കൃത കോളേജ് സ്ഥാപിച്ചപ്പോൾ ആ ടൈമിലും അദ്ദേഹമായിരുന്നു. ശവ കുടീരം അല്ലെങ്കിൽ അന്ത്യവിശ്രമ സ്ഥലമാണ് ഗാസിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സർ ജോൺ ഷോർ. ഇടപെടാതിരിക്കൽ നയം. ഓക്കെ, ഇടപെടാതിരിക്കൽ നയം അതായത് നോൺ ഇന്റർവെൻഷൻ പോളിസി നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് ജോൺ ഷോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇടപെടാതിരിക്കൽ നയം എന്ന് പറയുന്നത്, അതായത് നോൺ ഇന്റർവെൻഷൻ പോളിസി, ഇത് കൊണ്ടുവന്നതാണ് സർ ജോൺ ഷോർ. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ ജോൺ ഷോർ ആയിരുന്നു. മറാത്തക്കാരുടെയും ഹൈദരാബാദിലെ നൈസാമും തമ്മിലുള്ള ഖാർദ യുദ്ധം നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ജോൺ ഷോർ. വേണമെങ്കിൽ ഇത് ഈ ഒരു പോയിന്റ് ചോദിക്കാം. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നു ജോൺ ഷോർ. അതേപോലെ തന്നെ നോൺ ഇന്റർവെൻഷൻ പോളിസി, ഇടപെടാതിരിക്കൽ നയം, അത് കൊണ്ടുവന്നതും ആര് തന്നെയാ, ഗവർണർ ജനറൽ ആയിട്ടുള്ള ജോൺ ഷോർ ആണ്. ഓക്കെ, ഇനി അടുത്തത് റിച്ചാർഡ് വെല്ലസ്ലി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത് പോയതാണ് ഈ പറയുന്ന റിച്ചാർഡ് വെല്ലസ്ലിനെ കുറിച്ച്. അതായത് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ. ഓക്കെ, അപ്പോൾ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോയിന്റ് പഠിച്ചിരുന്നു, മൈസൂർ കടുവ എന്ന് അറിയപ്പെടുന്നത് ആരാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷണങ്ങളും അതേപോലെ തന്നെ ഷേറി മൈസൂർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്, അതർവൈസ് നോണസ് എന്ത്, ഈ പറയുന്ന മൈസൂർ കടുവ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരാന്നുള്ളത് താഴെ ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ആരാണ് ഈ പറയുന്ന എന്ത് മൈസൂർ കടുവ എന്ന പേരിൽ അറിയപ്പെട്ടത്? ഓക്കെ, അല്ലെങ്കിൽ ഷേറി മൈസൂർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെട്ടതാണ് കഴ്സൺ പ്രഭു.
ഈ മൂന്നെണ്ണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്, പല എക്സാമുകളിലും എന്താണ് ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആണ് റിച്ചാർഡ് വെല്ലസ്ലി. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളാണ് അക്ബർ എന്ന് പറയുന്നത്. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുമ്പോൾ മുഖ്യ പങ്ക് വഹിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ. 1802 ശിശുഹത്യ നിരോധിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് അവരുടെ അധികാരം ഇവിടെ കൊണ്ടുവരാൻ സ്ഥാപിതമായ 2 കാരണങ്ങളിൽപ്പെട്ട ഒന്നിലെ നിയമങ്ങളാണ് ഈ പറയുന്ന സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ. എന്തായിരുന്നു ഇത്? സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത് 1798 അങ്ങനെ ആദ്യമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ഹൈദരാബാദ് ആണ്. ഓക്കെ, അപ്പോൾ എന്നാ നിലവിൽ വന്നത് 1798 ആദ്യം ഒപ്പുവെച്ചത് ഹൈദരാബാദ്. ബാക്കിയുള്ള മറ്റു നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ പറയുന്ന തഞ്ചാവൂരും അതേപോലെ തന്നെ ഇൻഡോറും. സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും ചെയ്യണം. കൂടാതെ ഗവർണർ ജനറലിന്റെ അനുവാദമില്ലാതെ മറ്റു നാട്ടുരാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയോ ബ്രിട്ടീഷുകാരല്ലാതെ മറ്റു യൂറോപ്യന്മാരെ നിയമിക്കുകയോ ഇല്ലെന്നും സമ്മതിക്കണമായിരുന്നു. പകരമായിട്ട് രാജ്യത്തിന്റെ സുരക്ഷ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും. ഇതായിരുന്നു എന്തെന്ന് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അതായത് സൈനിക സഹായ വ്യവസ്ഥ ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ. എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1798 ആദ്യമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദ് എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ബാക്കിയുള്ളതാണ് തഞ്ചാവൂരും ഇൻഡോറും. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അതായത് റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലത്തെ പ്രധാനപ്പെട്ട ഭൂനികുതി വ്യവസ്ഥകൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളായിരുന്നു. ഒന്നാമത്തെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ? 2 റയറ്റ് വാരി വ്യവസ്ഥ. 3 മഹൽവാരി വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതേപോലെ തന്നെ റയറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. എന്താണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. അപ്പോൾ എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയായിരുന്നു ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ആദ്യമായി ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു ആയിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്ദാരി സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അതർവൈസ് നോണസ് എന്ത് ഈ പറയുന്ന സെമീന്ദാരി സമ്പ്രദായം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ജോൺ ഷോർ. അപ്പോൾ ജോൺ ഷോർ ആണ് എന്ത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ജോൺ ഷോർ ആണ്. ഇനി എന്തൊക്കെയായിരുന്നു ഇതിന്റെ സവിശേഷതകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാരായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നു കഴിയുമ്പോൾ ആ പ്രദേശത്തെയൊക്കെ എന്താണ് നികുതി പിരിച്ചിരുന്ന ആളായിരുന്നു സെമീന്ദാർമാരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ എന്നും എന്തായി മാറുകയാണ്, കുടിയാന്മാരായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ പ്രദേശത്തും അവിടുത്തെ ടാക്സ് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് സെമീന്ദാർമാരെ ഏർപ്പെടുത്തുകയും ഈ സെമീന്ദാർമാർ ടാക്സ് പിരിക്കുന്നതോടുകൂടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്നും കുടിയാന്മാരായിട്ട് മാറുകയാണ്. അതായത് സാധാരണ കർഷകര്. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകിയിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ആ നികുതിയായി നൽകിയിരുന്നത്. ഓക്കെ, അപ്പോൾ നികുതി എന്ന് പറയുന്നത് മസ്റ്റാണ്, അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിളവ് ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ കഴിഞ്ഞ വർഷം എടുത്ത് എന്താണ് വിളവ് നോക്കിയിട്ട് ആ വിളവിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ കർഷകർ നികുതിയായി വിളവിന്റെ
60% നൽകണമായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വരുന്നു, സെമീന്ദാർസ് അത് എന്താണ് കളക്ട് ചെയ്യാനായിട്ട് വരുന്നു, അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള കർഷകരൊക്കെ കുടിയാന്മാരായിട്ട് വരുന്നു. എന്തൊക്കെ വന്നാലും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അവർക്ക് സെമീന്ദാർസിന് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ടാക്സ് കൊടുക്കാൻ നേരത്തെ ചിലപ്പോൾ ആ ഒരു വർഷത്തെ എന്താണ് വിളവെടുപ്പ് വലിയ രീതിയിലൊന്നും മെച്ചമില്ലെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യണം? അതിനൊരു എന്താണ് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു റിഡക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ ഡിസ്കൗണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. തീർച്ചയായിട്ടും ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാനായിട്ട് ഇവർ കഴിഞ്ഞ വർഷത്തെ എന്താണ് നിലവിലത്തെ ആ ഒരു എന്താണ് വിളവെടുപ്പിലെ സാധനങ്ങളാണ് കൊടുത്തിരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? കൊടിയമായ ദാരിദ്ര്യത്തിലേക്കാണ് ഈ പാവപ്പെട്ട കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അവരെന്താണോ കൃഷി ചെയ്യുന്നത് അതിൻ്റെ 60% എന്താണ് ടാക്സ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ബാക്കി 40% മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളൂ? ശേഖരിച്ചു വയ്ക്കാനും അവരുടെ കാര്യങ്ങൾ നടത്താനും അതേപോലെ തന്നെ എങ്ങാനും അടുത്തൊരു വർഷം വീണ്ടും ഒരു എന്താണ് ക്ഷാമം വന്നു കഴിഞ്ഞാൽ ആ ക്ഷാമത്തിലേക്ക് എടുക്കാനും അതേപോലെ വീണ്ടും ഇവർക്ക് ഈ ടാക്സ് അടയ്ക്കാനും ഈ പറയുന്ന ഓരോ വർഷത്തെയും നീക്കിയിരിപ്പിൽ വച്ച സാധനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം കൊടിയ ദാരിദ്ര്യത്തിലേക്ക് അന്ന് ബംഗാളൊക്കെ പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് റയറ്റ് വാരി വ്യവസ്ഥ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റയറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ഭൂനികുതി വ്യവസ്ഥയായിരുന്നു റയറ്റ് വാരി വ്യവസ്ഥ. അപ്പോൾ അവിടെ എന്തില്ല? ഇടനിലക്കാരനായിട്ട് സെമീന്ദാർസ് ഇല്ലാത്ത ഒരു സംഭവമാണ് റയറ്റ് വാരി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? കർഷകരിൽ നിന്നും നികുതി കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. റയറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്ന സമയത്തെ ഗവർണർ ജനറൽ ആണ് ഹേസ്റ്റിംഗ് പ്രഭു. മദ്രാസിൽ റയറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നത് മദ്രാസ് ഗവർണർ ആയിട്ടുള്ള തോമസ് മൺറോ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഈ റയറ്റ് വാരി വ്യവസ്ഥ നേരിട്ടുള്ള എന്താണ് ടാക്സ് കളക്ടിങ് രീതിയായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമീന്ദാർസിനെ കൊണ്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. 60% ടാക്സ് ആയിട്ട് കൊടുക്കണമായിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് മഹൽവാരി വ്യവസ്ഥ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമങ്ങളാണ് ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ മഹൽവാരി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രാമങ്ങൾ എന്ന് തന്നെയാണ് മഹൽവാരി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഗ്രാമത്തലവനായിരിക്കും അവിടെ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതാണ് ജോട്ടേദാർമാർ. ജോട്ടേദാർമാർ എന്താണ്? ബംഗാളിലെ ധനികരായ കർഷകർ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ജോട്ടേദാർമാർ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാൻ PSCക്ക്, എന്താണ് താഴെ പറയുന്നവയിൽ ബംഗാളിലെ ധനികരായ കർഷകർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണുള്ളത്? ഏത് പേരിലാണ്? ജോട്ടേദാർമാർ എന്ന പേരിലാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ബംഗാളിലെ ധനികരായ കർഷകർ അറിയപ്പെട്ടത്. ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്ന ആളുകളായിരുന്നു ഇവർ. പ്രാദേശിക വ്യാപാരം നിയന്ത്രിച്ചിരുന്നു. കർഷകർക്ക് പണം പലിശയ്ക്ക് നൽകിയിരുന്നവരും ഈ പറയുന്ന ജോട്ടേദാർമാർ എന്ന വിഭാഗത്തിൽപ്പെട്ട ബംഗാളിലെ ധനികരായിരുന്നു. ഓക്കെ, ജോട്ടേദാർമാരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്നതായിരുന്നു പാട്ടക്കാർ. ജമീന്ദാർമാരെക്കാൾ സ്വാധീന ശക്തിയുള്ളവരായിരുന്നു പലപ്പോഴും ഈ പറയുന്ന ജോട്ടേദാർമാർ എന്ന് പറയുന്നത്. നോർത്ത് ബംഗാളിലെ ജോട്ടേദാർമാർ വളരെയധികം സമ്പന്നരുമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബംഗാളിലെ ധനികരായ കർഷകരായിരുന്നു ജോട്ടേദാർമാർ. അപ്പോൾ ഈ സെമീന്ദാർസിനേക്കാൾ കൂടുതൽ എന്താണ് അവർക്ക് ഈ കർഷകരുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് എന്താണ് ഇതിൻ്റെ കൂടെ തന്നെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് കൂടിയും, അതായത് എന്താണ് ഈ പറയുന്ന പലിശയ്ക്ക് കൊടുക്കുന്ന ആള് അങ്ങനെ ഒരു രീതിയിലും ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? നിലവിൽ ഈ പറയുന്ന കാശ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നോക്കിയാലും, കാരണം എന്താണ് ഇവർ ഈ പറയുന്ന ആളുകളുടെ അടുത്ത് നിന്ന് എന്താണ് നിലവിൽ പാട്ടത്തിനാണ് ഭൂമി എടുക്കുന്നത്. ആ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ എന്താണ് നിലവിൽ ഈ പറയുന്ന രീതിയിൽ അവർക്ക് അന്ന് വിളവെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലുള്ള മറ്റൊരാളുടെ കയ്യിൽ നിന്നുമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? നിലവിൽ പണം പലിശയ്ക്ക് എടുക്കുന്നത്. അങ്ങനെയും ഇവരെന്ത് ചെയ്യാണ്? അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബംഗാളിലെ ധനികരായ കർഷകർ അറിയപ്പെട്ടിരുന്ന പേരാണ് ജോട്ടേദാർമാർ. ഓക്കെ, ഇനി പ്രധാന സംഭവങ്ങൾ. ഈ പറയുന്ന 4ാം മൈസൂർ യുദ്ധം നടന്നത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുന്ന വ്യക്തിയുടെ കാലത്താണ് എന്ത് നടന്നത്? ഈ പറയുന്ന നമ്മുടെ അതായത് പ്രധാന സംഭവങ്ങളായിരുന്നു 4ാം മൈസൂർ യുദ്ധം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് 4 മൈസൂർ യുദ്ധങ്ങളാണ് നിലവിലുണ്ടായിരുന്നത് എന്നുള്ളത്.
അങ്ങനെ ആദ്യത്തെ മൈസൂർ യുദ്ധം, രണ്ടാമത്തെ മൈസൂർ യുദ്ധം, മൂന്നാമത്തെ മൈസൂർ യുദ്ധം. രണ്ടാമത്തെ മൈസൂർ യുദ്ധം ആകുമ്പോഴത്തേക്കുമാണ് ടിപ്പു ഒക്കെ എന്ത് ചെയ്യുന്നത്, കളത്തിലേക്ക് വരുന്നത്. അതുവരെയും ഒന്നാമത്തെ യുദ്ധത്തിൽ ഹൈദരാലിയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, യുദ്ധം നയിച്ചതും യുദ്ധം വിജയിപ്പിച്ചതും ഹൈദരാലിയാണ്. രണ്ടാമത്തെ യുദ്ധമാകുമ്പോഴത്തേക്കും 1782 ഹൈദരാലി എന്ത് ചെയ്യാണ്, അന്തരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന 1782 to 84 എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ആര് വരുന്നത്, നമ്മുടെ ടിപ്പു കളത്തിലേക്ക് വരുന്നത് യുദ്ധത്തിന് വേണ്ടി. അങ്ങനെ ടിപ്പു യുദ്ധം ചെയ്യുകയും അങ്ങനെ രണ്ടാമത്തെ യുദ്ധം കഴിഞ്ഞ് മൂന്നാമത്തെ യുദ്ധം ആകുമ്പോഴത്തേക്കും തിരുവിതാംകൂർ ടിപ്പു ആക്രമിച്ചു. അതായിരുന്നു മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ റീസൺ എന്ന് പറയുന്നത്. 1799 വീണ്ടും എന്ത് വരുന്നത്, ഈ പറയുന്ന നാലാം മൈസൂർ യുദ്ധം വരുന്നത്. മെയ് 4 അദ്ദേഹം എന്ത് ചെയ്യാണ്, കൊല്ലപ്പെടുകയാണ് ടിപ്പു സുൽത്താൻ. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. വേണമെങ്കിൽ ആ ക്ലാസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കപ്പെട്ടു. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം, അതും നമ്മൾ പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാരും പേഷ്വ ബാജിറാവു രണ്ടാമനും ബാസൈൻ സന്ധി ഒപ്പുവെച്ച വർഷം, അതും ഈ ഒരു സമയത്താണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൻ്റെ അത് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തതാണ് ജോർജ് ബാർലോ. 1806 വെല്ലൂർ ലഹള നടന്നപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ, നമുക്കറിയാം തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ പ്രദേശമാണ് ഈ പറയുന്ന വെല്ലൂർ കലാപ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി പഠിച്ചതാണ്. അപ്പോൾ 1806 വെല്ലൂർ ലഹള, അതായത് ശിപായിമാരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന ലഹളയായിരുന്നു വെല്ലൂർ ലഹള. അതൊക്കെ നമ്മൾ പറഞ്ഞ ഇന്ത്യയിൽ അടിമ വ്യാപാരം അവസാനിപ്പിച്ച ബംഗാളിലെ ഗവർണർ ജനറലാണ് 1807 ജോർജ് ബാർലോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആക്ടിംഗ് ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവിയിൽ തുടർന്ന വ്യക്തിയായിരുന്നു ജോർജ് ബാർലോ. അതായത് 1805 മുതൽ 1807 വരെയാണ് ജോർജ് ബാർലോ നിലവിൽ എന്ത് ചെയ്യുന്നത്, അധികാരത്തിൽ ഇരിക്കുന്നത്. അടുത്തതാണ് മിന്റോ ഫസ്റ്റ്. 1809 അമൃതസർ സന്ധി ഒപ്പുവെക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്നു മിന്റോ ഫസ്റ്റ്. അപ്പോൾ അമൃതസർ ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിന്റോ ഫസ്റ്റ് ആണ്. അമൃതസർ ഉടമ്പടി സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് ഭരണാധികാരിയായിരുന്നു രാജ രഞ്ജിത്ത് സിംഗ്. ഓർത്തു വെച്ചോ, അമൃതസർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് ഭരണാധികാരിയാണ് രാജ രഞ്ജിത്ത് സിംഗ്. ഓക്കെ, അപ്പോൾ അമൃതസർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് രാജ രഞ്ജിത്ത് സിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത ആളാണ് വില്യം ബെന്റിക് പ്രഭു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന വില്യം ബെന്റിക് പ്രഭു ആണ്. ഓക്കെ, ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനിക യുഗത്തിലേക്ക് നയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വില്യം ബെന്റിക് പ്രഭു. ഓക്കെ, അപ്പോൾ ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനിക യുഗത്തിലേക്ക് നയിച്ച വ്യക്തി അതാണ് ആരെന്ന് പറയുന്നത്, വില്യം ബെന്റിക് പ്രഭു. ഓക്കെ, 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ത് ചെയ്യാണ്, പുതുതായി അറിയപ്പെട്ടതാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ. ഓക്കെ, അപ്പോൾ അതുവരെയും ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പിന്നീട് എന്തായി മാറുകയാണ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറുകയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് നമുക്ക് വരുന്നത്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തിയാണ് വില്യം ബെന്റിക്. ഓക്കെ, അപ്പോൾ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്, വില്യം ബെന്റിക് പ്രഭു. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു പോയിന്റ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് വില്യം ബെന്റിക് പ്രഭു ആണ്, ഉദാരമനസ്കനായ ഗവർണർ ജനറൽ. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ, അതും ആര് തന്നെയാണ്, വില്യം ബെന്റിക് ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ. കറുപ്പു കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്ത വില്യം ബെന്റിക് ആണ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ, നമുക്കറിയാം 1829 സതി നിർത്തലാക്കുന്നത്, അതും ആര് തന്നെയാണ്, നമ്മുടെ വില്യം ബെന്റിക് തന്നെയാണ്. 1829 റെഗുലേഷൻ 17 നിയമത്തിലൂടെയാണ് വില്യം ബെന്റിക് സതി എന്ന് പറയുന്ന ആ ഒരു അനാചാരം നിർത്തലാക്കുന്നത്. ഓക്കെ, അപ്പോൾ വില്യം ബെന്റിക്
ഈ പറയുന്ന സതി 1829 ആ ഒരു സതി എന്ന് പറയുന്ന അനാചാരം നിർത്തലാക്കുന്നത് ഏത് ആക്ടിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1829 റെഗുലേഷൻ 17 ആക്ടിലൂടെയാണ് ഇത് നടപ്പാക്കുന്നത്. ഓക്കെ, പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക്. ഇന്ത്യയിലത്തെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ 1835 കൊൽക്കത്തയിലാണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു മനുഷ്യനാണ് വില്യം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഇന്ത്യക്കാർക്ക് വേണ്ടി നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വില്യം ബെന്റിക്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയി ഉദാരമനസ്കരായിട്ടുള്ള ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വില്യം ബെന്റിക് ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് റെഗുലേഷൻ 17 1829 നിയമത്തിലൂടെ സതി എന്ന് പറയുന്ന അനാചാരം നിർത്തലാക്കുകയാണ്. അതേപോലെ പെൺ ശിശുഹത്യ, ഇന്ത്യക്കാർക്ക് വേണ്ടി ആദ്യത്തെ മെഡിക്കൽ കോളേജ് 1835 കൊൽക്കത്തയിൽ സ്ഥാപിച്ചു. ഇത്രയും നല്ല കാര്യങ്ങളെല്ലാം ചെയ്തത് വില്യം ബെന്റിക് ആണ്. അദ്ദേഹത്തിന്റെ കാലത്തെ പ്രധാന സംഭവങ്ങളാണ്: കുടകിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു, ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിക്കാൻ ആദ്യമായി നിയമ കമ്മീഷനെ നിയമിച്ചു, മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കപ്പെട്ടു, തഗ്ഗുകളെ അമർച്ച ചെയ്തു 1831. തഗ്ഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള സംഘങ്ങളാണ് തഗ്ഗുകൾ എന്ന് പറയുന്നത്, അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ തഗ്ഗല്ല. അപ്പോൾ തഗ്ഗുകൾ അമർച്ച ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1831 അതായത് കൊള്ള സംഘങ്ങളെ എന്ത് ചെയ്തു? അമർച്ച ചെയ്തു എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഈ ഒരു ചോദ്യം, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ചോദ്യം എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ബേസ് മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് PSC ചോദിക്കാറുണ്ട്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ നമുക്കറിയാം, റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എന്നറിയപ്പെടുന്നത്. റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ എന്നറിയപ്പെടുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ്, അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്, ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് ക്യാനിങ് പ്രഭു. അവസാനത്തെ ക്യാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാനിങ് പ്രഭു ആണ്. 1857 വിപ്ലവമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ക്യാനിങ് പ്രഭു ആണ്. അപ്പോൾ 1857 വിപ്ലവം, ആ സമയത്ത് വൈസ്രോയി ആണ് എന്നോർത്താൽ മതി, ക്യാനിങ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അല്ല, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതും സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന പേരിൽ അറിയപ്പെടുന്നതും സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, അതേപോലെ തന്നെ സേലത്തെ മാമ്പഴം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സി രാജഗോപാല ആചാരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നേരെ ടെലഗ്രാമിലേക്ക് പോരെ. അവിടെ നമുക്ക് PDF നോട്ട് ഇതിങ്ങനെ തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. ആ നോട്ട് 1 or 2 തവണ നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? നോട്ട് വായിക്കുക, ക്ലാസ് കാണുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് നമ്മുടെ ടെലഗ്രാമിൽ ഇതുമായി അനുബന്ധിച്ച 2021-24 PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാവും. ഏകദേശം 19ഓളം ചോദ്യങ്ങൾ അതിൻ്റെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പോൾ കൂടി കംപ്ലീറ്റ് ആക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ഉള്ള റിവിഷൻ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ക്ലാസ്, നോട്ട്, റിവിഷൻ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അതേപോലെ എക്സാമുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിലിംസ് പുല്ലുപോലെ പാസ്സാവും. അതിൻ്റെ കൂടെ തന്നെ ഈ വരുന്ന നമ്മുടെ എന്താണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതേപോലെ തന്നെ എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്,
അതേപോലെ തന്നെ പ്രിലിംസ് എക്സാമുകൾ, അതേപോലെ പോലീസ്, ഫയർമാൻ, എക്സൈസ് എല്ലാം നമ്മൾ സെറ്റായിട്ട് ചെയ്തിരിക്കും. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു സിവിൽ എക്സൈസ് ഓഫീസറിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ, പോലീസിനെ കുറിച്ചൊരു വീഡിയോ, അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠനപരവുമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം. നമ്മുടെ ടെലഗ്രാമിൻ്റെ അകത്ത് നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഉറപ്പായിട്ടും അതിനുള്ള റിപ്ലൈ നമ്മൾ തന്നിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും LDCക്കൊക്കെ എങ്ങനെയാണോ നിങ്ങളുടെ കൂടെ നിന്നത് അതേപോലെ തന്നെ കൂടെ ഉണ്ടാവണം. ഞാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ക്ലാസ്സുകളും അതേപോലെ നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.